ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷ അബ്രോഡ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു മീൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. നല്ല പച്ച കളറിലെ മീൻ ഫ്രൈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഈ മീൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ഇനി വരഞ്ഞെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് പുളിയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വാളം പുളി ഉണ്ടല്ലോ, നമ്മൾ ഡ്രസ്സൊക്കെ തയ്യാറാക്കുമ്പോൾ പിടിയുന്ന പുളിയാണ്. അതിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 നാരകത്തിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരകത്തിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കരുത്. വെള്ളത്തിന് പകരം എണ്ണയെ ഒഴിച്ചു കൊടുക്കാവൂ. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ മസാലയെല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുക്കാൻ. ഇനി ഇതിനെ മൂടിയിട്ട് അടച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാലയൊക്കെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മത്തിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മത്തിയിലൊന്ന് പുരട്ടിയെടുക്കാം. മസാലയെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മസാല റെസിപ്പി ആട്ടോ ഇത്. നല്ല മസാലയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മത്തിയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. മത്തിയെല്ലാം ഞാൻ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിലെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മത്തിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് പാത്രത്തിലോട്ടൊന്ന് കോരിയെടുക്കാം. മത്തിയെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്